സിറിയൻ ജനതയെ ഉപദ്രവിച്ച ബഷാർ അൽ അസദ് ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പട്ടിക പുറത്തുവിടുമെന്ന വിമത ഭീകര സംഘടനാ നേതാവ് അബു മുഹമ്മദ് അൽ ജോലാനിയാണ് ഇക്കാര്യം പരസ്യമായി പ്രഖ്യാപിച്ചത്. ഇത്തരം ഉദ്യോഗസ്ഥരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുമെന്നും ഭീകര സംഘടനാ നേതാവ് ഐസൻ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഐസൻ, സിറിയയിലെ സ്ഥിതിഗതികൾ എപ്രകാരം ഇപ്പോൾ, അതോടൊപ്പം തന്നെ ഈ ഭീകര സംഘടനാ നേതാവിൻ്റെ വാക്കുകൾ, ആഹ്വാനം എന്തൊക്കെ? തീർച്ചയായും ഈ ഭീകര സംഘടനാ നേതാവിൻ്റെ ആഹ്വാനം ഏറെ ഗൗരവത്തോടെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന കാര്യം ഏറെ പ്രാധാന്യത്തോടെ തന്നെ ലോകരാഷ്ട്രങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. ഇദ്ദേഹം അറിയപ്പെടുന്ന പേര് അബു മുഹമ്മദ് അൽ ജൊലാനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വ്യാജ പേരാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അഹമ്മദ് അൽ ഷാറ എന്നാണ്. ആ അഹമ്മദ് അൽ ഷാറ ഇന്ന് വ്യക്തമാക്കിയത് നേരത്തെ ഈ സിറിയയിലെ ജനതയെ ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥ പ്രമുഖരുടെ പട്ടിക പുറത്തുവിടുമെന്നാണ്. അത്തരത്തിലൊരു പട്ടിക പുറത്തുവിട്ട് ആ പട്ടികയിലുള്ളവരുടെ പേരുവിവരങ്ങൾ നൽകുന്നവർക്ക് പാരിതോഷികം നൽകുമെന്നൊരു നിലപാടാണ് ഏറ്റവും പുതിയതായി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇത്തരമൊരു നീക്കം സിറിയയിലെ വിമത വിഭാഗം നടത്തിയത് ആദ്യമായാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരുന്നത്. കൃത്യമായും ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വയ്ക്കുന്ന ഒരു നീക്കം ഇപ്പോഴാണ് ഔദ്യോഗികമായി പുറത്തു വരികയും ചെയ്യുന്നത്. ഈ പട്ടിക പുറത്തുവിടുന്നതോടുകൂടി ഈ ഉദ്യോഗസ്ഥരുടെ എല്ലാം തന്നെ വിവരങ്ങൾ ശേഖരിക്കുക, എന്നിട്ട് അവരെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വരികയും ചെയ്തിട്ടില്ല. അതീവ ഗൗരവമുള്ളൊരു സ്വഭാവത്തിലുള്ളൊരു നീക്കമാണ് ഈ ഭീകര സംഘടനയുടെ, അതായത് ഹയത്ത് തഹ്രീർ അൽ ഷം എന്ന് പറയുന്ന സംഘടനയുടെ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ അട്ടിമറികൾക്കെല്ലാം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ബഷാർ അൽ അസദിനെ പുറത്താക്കുന്ന നീക്കങ്ങളെല്ലാം തന്നെ, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കെല്ലാം തന്നെ മുൻകൈയെടുത്ത ഒരു നേതാവ് കൂടിയാണ്, അല്ലെങ്കിൽ ഭീകര നേതാവ് കൂടിയാണ് ഈ ഇപ്പോൾ നമ്മൾ വ്യക്തമാക്കിയ മുഹമ്മദ് അൽ ജൊലാനി എന്ന് പറയുന്ന ഭീകര സംഘടനാ നേതാവ്. അദ്ദേഹം സ്വാഭാവികമായും ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുകയും സിറിയൻ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്ന ഒരു ഭീഷണി മുഴക്കുകയും ചെയ്യുന്നത് ഏത് രീതിയിലാണ് ലോകരാഷ്ട്രങ്ങൾ കണക്കിലെടുക്കുക എന്നും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പാരിതോഷികം പ്രഖ്യാപിക്കും എന്നതുൾപ്പെടെയുള്ള നിലപാട് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ചോദിച്ചതുപോലെ ആക്രമണം ഏത് രീതിയിൽ, അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള നിലപാടുകളാണ് ലോകരാഷ്ട്രങ്ങൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് എന്നത് സംബന്ധിച്ചും കുറെ കൂടി വ്യക്തമായ നിലപാടുകൾ അറിയാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെയും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ആ രാസായുധ ഫാക്ടറികളിലെല്ലാം തന്നെ, സിറിയയിലെ രാസായുധ ഫാക്ടറികളിലെല്ലാം തന്നെ ഇസ്രായേൽ അതിശക്തമായൊരു ആക്രമണം നടത്തിയിരുന്നു. അതുപോലെ തന്നെ അതിർത്തിയിലെ കൃത്യമായ ബഫർ സോൺ മുഴുവൻ കൈവശപ്പെടുത്തുകയും ചെയ്തു ഇസ്രായേൽ സേന. അതുപോലെ തന്നെ കിഴക്കൻ സിറിയയിലെ സൈനിക താവളങ്ങളിൽ നിന്നും അമേരിക്ക കൃത്യമായ ഒരു ആക്രമണവും, അത് പല മേഖലകളിലും ഇത്തരം ഈ ഭീകര സ്വഭാവമുള്ള സംവിധാനങ്ങൾ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിലവിലെ സാഹചര്യത്തിൽ ഒരു ഏകാധിപതി പുറത്താക്കപ്പെട്ടുവെങ്കിൽ കൂടി നിലവിൽ അവിടെ നിയന്ത്രണം നടത്തുന്ന ഭീകര സംഘടനയെ തുടരാൻ അനുവദിക്കേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ്. അതുതന്നെയാണ് സിറിയയിലെ നിലവിലുണ്ടായിരുന്ന പ്രധാനമന്ത്രിയും പറഞ്ഞത്. ജനാധിപത്യം പുലരുന്നതിന് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നൊരാവശ്യവുമുണ്ട്. തെരഞ്ഞെടുപ്പിന് കളമൊരുക്കാനുള്ളൊരു നീക്കങ്ങളാണ് നടക്കുന്നത്. അതിന് മുന്നോടിയായി നടക്കുന്ന ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങളും വാഗ്വാദങ്ങളും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളെല്ലാം തന്നെ എത്ര കണ്ട് ഈ പ്രശ്നത്തെ ലഘൂകരിക്കുകയാണോ അല്ലോ സങ്കീർണമാക്കുകയാണോ ചെയ്യുക എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. അനു, ശരി.